الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب الذين يوفون بعهد الله ولا ينقضون الميثاق والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും മുത്തഖികളായി മരണപ്പെടുവാനും കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സൂറത്തുർ റഅദിലെ 13-ാമത്തെ അധ്യായം, അതിലെ 19 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. അനവധി വിഷയങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന, വിരൽ ചൂണ്ടുന്ന വചനങ്ങളാണ്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ. ആ ചോദ്യം ഇങ്ങനെയാണ്: നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഹക്കാണ് എന്ന് മനസ്സിലാക്കിയവൻ കമൻ ഹുവ അഅ്മ, അന്ധനെ പോലെയാകുമോ എന്നാണ് ആ ചോദ്യം. ഒരിക്കലും ആവില്ലല്ലോ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്ന് അവതരണീയമായതാണ്, അത് ഹക്കാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ ഒന്നടങ്കം.
അത് വിശ്വസിക്കാൻ തയ്യാറാകാതെ അന്ധത നടിക്കുന്നവർ, അതങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടും അന്ധത നടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഒരു കാരണവശാലും ഒരുപോലെ ആവില്ല എന്നൊരു ചോദ്യം എറിഞ്ഞു തന്നുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചതിന് ശേഷം ഇന്നമായ തദക്കറൂലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരാണ് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, അവർ മാത്രമായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ആ ബുദ്ധിമാന്മാരുടെ ഒരു 3-4 അടയാളങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ആ അടയാളങ്ങൾ ഉള്ളവർക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വചനങ്ങൾ. ഇതാണ് ഇതിന്റെ ആകത്തുക നാം പരിശോധിച്ചു നോക്കിയാൽ. അപ്പൊ ബുദ്ധിയുള്ളവർ ആരാണ്? ഉലുൽ അൽബാബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ ആരാണ്? അല്ലദീന യൂഫൂന ബിഅഹദില്ല, ഒന്നാമത്തത് അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നവർ. വലാ യൻഖുദൂനൽ മീസാഖ്, ഉടമ്പടികളും കരാറുകളും ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, കൂട്ടിച്ചേർക്കപ്പെടുവാൻ, വിളക്കി ചേർക്കപ്പെടുവാൻ എന്തൊക്കെയാണോ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അതെല്ലാം വിളക്കി ചേർക്കുന്നവർ. വയഖ്ശൗന റബ്ബഹും, അവരുടെ രക്ഷിതാവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവർ. വയഖാഫൂന സൂഅൽ ഹിസാബ്, കഠിനമായ വിചാരണയെ പേടിക്കുകയും ചെയ്യുന്നവർ. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നവർ. വഅഖാമുസ്സലാ, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവർ. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിക്കുകയും ചെയ്യുന്നവർ. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, നല്ലതുകൊണ്ട് നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കുകയും ചെയ്യുന്നവർ. ഈ വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു അവർക്കുള്ള നേട്ടത്തെക്കുറിച്ച് പറയാണ്. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, ഈ ലോകത്തിന്റെ പര്യവസാനമായി അവർക്ക് ലഭിക്കുന്നത് എത്ര നല്ലതാണ്. ഏറ്റവും നല്ല പര്യവസാനം അവർക്കുള്ളതാണ്. ഏതാണ് ആ പര്യവസാനം? ജന്നാത്തു അദ്നിൻ, നിത്യവാസത്തിന്റെ സ്വർഗീയ ആരാമങ്ങൾ. യദ്ഖുലൂനഹ, അതിൽ അവർ പ്രവേശിക്കും. അവർ മാത്രമല്ല, വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുല്ലിയാതിഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്നും അവരുടെ ഇണകളിൽ നിന്നും അവരുടെ സന്താന പരമ്പരകളിൽ നിന്നും സൽവൃത്തരായി ജീവിച്ചവരും അവരോടൊപ്പം ആ ആരാമങ്ങളിൽ ഉണ്ടാകും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിലെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരുടെ അരികെ പ്രവേശിക്കും. എന്തു പറഞ്ഞുകൊണ്ട്? സലാം, നിങ്ങൾക്ക് സമാധാനം. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. ബിമാ സബർത്തും, നിങ്ങൾ ഈ ലോകത്ത്, നിങ്ങളുടെ ഭൗതിക ലോകത്ത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ അനുഭവിച്ച് അത് ക്ഷമിച്ച് സഹിച്ച് ഈ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിച്ചതിന് നിങ്ങൾക്ക് സമാധാനം. ഫനിഅമ ഉഖ്ബദ്ദാർ, ഈ ലോകത്തിന്റെ പര്യവസാനം എത്ര നല്ലതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, പല വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന്. ആ വിഷയങ്ങൾ നാം ഓരോന്നായി അപഗ്രഥിച്ചാൽ വ്യക്തി ജീവിതമുണ്ട്, കുടുംബജീവിതമുണ്ട്, സാമൂഹിക ജീവിതമുണ്ട്. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ, അവൻ ഇടപെടുന്ന മേഖലകളാണ്. അവൻ വ്യക്തി എന്നുള്ള നിലയിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കി അവിടെ പരാമർശിച്ചിട്ടുണ്ട്. കുടുംബം അതെങ്ങനെയായിരിക്കണം, കുടുംബം ഒപ്പം ആദർശത്തോടൊപ്പം നിലനിർത്തി പോരേണ്ടതിന്റെ ആവശ്യകത ചുരുങ്ങിയ വാക്കുകളിൽ അല്ലാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അരുതായ്മകളും വേണ്ടായ്മകളും ഒക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. ആ സന്ദർഭത്തിൽ തിന്മകളുടെ കൂലം കുത്തിയൊഴുക്കിനെ നാം ഒരിക്കലും ആ തിന്മ കൊണ്ട് പ്രതിരോധിക്കുകയല്ല വേണ്ടത്, നന്മ കൊണ്ട് പ്രതിരോധിച്ച് സമൂഹത്തെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നതിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി പറഞ്ഞതിന് ശേഷം വാഗ്ദാന പാലനം, അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുക, പടപ്പുകളോടുള്ള കരാറുകൾ പാലിക്കുക, കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, വചനങ്ങൾ ഉൾക്കൊണ്ട വിഷയങ്ങളുടെ ആഴവും അതിൻ്റെ പരപ്പും എത്രമാത്രമുണ്ട് എന്ന്. ഞാൻ ആ വിഷയങ്ങൾ പരാമർശിക്കുകയല്ല.
ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ, സ്വർഗത്തെക്കുറിച്ച് അവസാനം പരാമർശിച്ച അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്നുണർത്താനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സ്വർഗീയ ആരാമങ്ങളിൽ കുടുംബസമേതം മക്കളോടൊപ്പം, ഇണകളോടൊപ്പം, പിതാക്കന്മാരോടൊപ്പം പ്രവേശിക്കാൻ അല്ലാഹു തുണയ്ക്കുന്നവരുടെ ഗണത്തിൽ അവരിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്ത് അധ്വാനിക്കുന്നത്, വിശിഷ്യ ഒരു വിശ്വാസി അധ്വാനിക്കുന്നത് ഇവിടെ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയല്ല. ഇവിടെ പലതും അവന് കിട്ടിയേക്കാം, ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ അവൻ പണിയെടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്വം മരണാനന്തര ജീവിതത്തിന് വേണ്ടിയാണ്. ആ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ സൗഭാഗ്യമായ സ്വർഗം കരഗതമാക്കാൻ വേണ്ടിയാണ്, അവന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടി നാം പ്രവർത്തിക്കുന്നതിനിടയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ ഫലങ്ങളില്ലാതെ പോകുന്ന, ഫലം നഷ്ടപ്പെട്ടു പോകുന്ന, പ്രതിഫലം ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ എന്നുള്ളത് ഇടയ്ക്കിടെ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കേറെ സുപരിചിതമായ സൂറത്തുൽ ഗാശിയ, അതിലെ ആദ്യത്തെ ചില വചനങ്ങൾ നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണല്ലോ ഓതിയത്. ഉജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. വല്ലാത്ത പ്രയോഗമാണ്. ചില മുഖങ്ങൾ പരലോകത്ത്, ഉജൂഹുൻ യൗമഇദിൻ ഖാശിഅ, ചില മുഖങ്ങൾ പരലോകത്ത് അന്നേ ദിവസം അങ്ങേയറ്റം താഴ്മയും വിനയവും ഉള്ളതായിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്ക്, അങ്ങേയറ്റം വിനയാന്വിതമായ മുഖമായിരിക്കും. പക്ഷേ എന്താണ് ആ മുഖങ്ങൾ ഒന്നും ചെയ്യാതെ? ആ മുഖങ്ങൾ കൊണ്ട് ഉദ്ദേശം ആ മനുഷ്യരാണ്, ആ വ്യക്തികളാണ്. അവരൊന്നും ചെയ്യാതെ വന്നവരല്ല, അവർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ആമിലത്തുൻ നാസിബ, കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ചിട്ടാണ് അവർ വരുന്നത്. പക്ഷേ അവർക്ക് ലഭിക്കുന്നതോ തസ്ലാ നാറൻ ഹാമിയ, ചൂടുള്ള നരകാഗ്നി. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം ഇത്രമാത്രം കഠിനാധ്വാനം ചെയ്ത് അവിടെ ചെന്ന് ചൂടുള്ള നരകം ഏറ്റുവാങ്ങേണ്ടി വരിക അസഹനീയമാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കൂലിക്ക് വേല നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നഷ്ടപ്പെട്ടു പോയാൽ സഹിക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, നാം കഠിനാധ്വാനം ചെയ്ത് രാവും പകലും ഊണും ഉറക്കുമൊഴിച്ച് ഇരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു പരീക്ഷയ്ക്ക് നാം അറ്റൻഡ് ചെയ്തു, ഒരു ഇന്റർവ്യൂവിന് നാം അഭിമുഖീകരിച്ചു. ആ ഉദ്ദേശിച്ചത് കിട്ടാതെ പോയാൽ നമ്മളുടെ മാനസികാവസ്ഥ എത്ര കഠോരമായിരിക്കും, എത്ര അസഹനീയമായിരിക്കും. ഇത് ഈ ലോകത്ത് ഒരുപക്ഷെ ഒന്നുകൂടി ശ്രമിച്ചാൽ, ഒരുപക്ഷെ ഒന്നുകൂടി പരിശ്രമിച്ചാൽ, ഇപ്പൊ പരിശ്രമിച്ചതിനേക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്താൽ ആ നഷ്ടപ്പെട്ടത് നേടിയെടുക്കാൻ ഈ ലോകത്ത് കഴിഞ്ഞെന്ന് വരും. പക്ഷേ നമ്മൾ എത്തിപ്പെടുന്നത് പരലോകത്താണ്. അവിടെ നമുക്ക് തിരുത്താൻ നേരമില്ല. അവിടെ നാം എന്ത് ചെയ്തോ അത് അനുഭവിക്കാനേ ഇടമുള്ളൂ, തരമുള്ളൂ. അതുകൊണ്ടാണ് ഖുർആനിൽ നിങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാത്ത നിലയിൽ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി അത് ചെയ്യണം. അതുപോലെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ നുനബ്ബിഉക്കും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. ആലോചിച്ചു, കർമ്മങ്ങൾ പാഴാക്കി കളയുന്നവരെ കുറിച്ച്, അധ്വാനങ്ങൾ നിഷ്ഫലമായി പോകുന്നവരെ കുറിച്ച്, ഫലപ്രദമാക്കി എടുക്കാൻ കഴിയാതെ പോകുന്നവരെ കുറിച്ച്, കഴിയാത്തവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് അല്ലാഹു ചോദിക്കുന്നത്. ആരാണവർ? അവർ ഇവിടെ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ഐഹിക ജീവിതത്തിൽ അവരുടെ പരിശ്രമം പാഴായി പോയിരിക്കുന്നു. കാരണം എന്താ? യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ വിചാരിച്ചിരുന്നത് കുറ്റമറ്റ നിലയിൽ തന്നെയാണ് എല്ലാ പ്രവൃത്തിയും ചെയ്തത് എന്നാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അവിടെ ചെന്നപ്പോൾ. ഉലൈക അല്ലദീന കഫറൂ
ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും അവനെ കണ്ടുമുട്ടുന്നതിനെയും അവിശ്വസിച്ചുകൊണ്ടാണ് അത് മുഴുവൻ ചെയ്തു കൂട്ടിയത്. എന്തൊക്കെയോ ചെയ്തു ലക്ഷ്യമില്ലാതെ, എന്താണ് നേടേണ്ടത് എന്നുള്ള താല്പര്യമില്ലാതെ, ആലോചനയില്ലാതെ എന്തൊക്കെയോ ചെയ്തു. ഫഹബിത്തത് അഅ്മാലുഹും, കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോയി. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസന, ഖിയാമത്ത് നാളിൽ അതിനൊരു തൂക്കവും നാം കൽപ്പിക്കുകയില്ല. ഇതും വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന അമലുകൾ, കഠിനാധ്വാനം ചെയ്ത് നാം പ്രവർത്തിക്കുന്ന അമലുകളിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് ഒരു വിശ്വാസി, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം. മരിച്ചേ തീരൂ, ഇല്ലാതെ രക്ഷയില്ല. മരണത്തിന്റെ രുചി അനുഭവിച്ചേ തീരൂ, പക്ഷെ അതോടുകൂടി തീരുന്നില്ല. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങൾക്ക് നൽകപ്പെടും. അന്ന് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് ആരകറ്റപ്പെടുകയും സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവൻ വിജയിച്ചു. ആ വിജയമാണ് ഒരു വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ആ സ്വർഗപ്രവേശനം എന്ന് പറയുന്നത് സ്വർഗവുമായിട്ടുള്ള നമ്മളുടെ ബന്ധവും കാഴ്ചപ്പാടും സ്വർഗത്തെക്കുറിച്ചുള്ള അവബോധവും ഒക്കെ ഒരു വിശ്വാസിക്ക് കൃത്യമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. കാരണം അവൻ ഗൈബിൽ വിശ്വസിക്കുന്നവനാണ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവനാണ്. സ്വർഗ നരകങ്ങളൊന്നും നമ്മൾ ആരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. പക്ഷേ കണ്ട പ്രവാചകൻ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സ്വർഗവും നരകവും ശിക്ഷിച്ച പടച്ച തമ്പുരാൻ അതിന്റെ സുഖാനുഭൂതികളെ കുറിച്ചും അതിലെ ശിക്ഷകളെ കുറിച്ചും ഗൗരവപൂർവ്വം തന്നെ നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട്. നാം ഓരോരുത്തരും മരണപ്പെടുമ്പോൾ ഒരു വേള മരണപ്പെടുന്ന സന്ദർഭം മുതൽ തന്നെ നമ്മളുടെ മരണാനന്തര ജീവിതത്തിലെ അവസ്ഥ എന്താണ് എന്ന് കാണിക്കപ്പെടുന്നത് മുതൽ തുടങ്ങുകയാണ് പരലോകത്തേക്കുള്ള നമ്മളുടെ കയറ്റം, നമ്മളുടെ പ്രവേശനം എന്നുള്ളത് നാം ഓർക്കുക. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ പരലോകത്ത് അവന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ അവന്റെ സ്ഥാനം അവൻ എവിടെയാണ് എന്ന് അവന് പ്രദർശിപ്പിക്കപ്പെടും. രാവിലെയും വൈകുന്നേരവും ബർസഖിയായ ജീവിതത്തിൽ ഖബറിലേക്ക് വെക്കപ്പെട്ട് എല്ലാവരും പിരിഞ്ഞുപോയി പിടിമണ്ണിട്ട് കല്ലും വെച്ച് അതിന്റെ മുകളിൽ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പിരിഞ്ഞു പോയി കഴിയുമ്പോൾ പിന്നെ അതിന്റെ ഉള്ളിൽ ആരാണോ പോകുന്നത്, ഞാനാണെങ്കിൽ ഞാൻ മാത്രം, നമ്മൾ ആരാണോ പോകുന്നത് അവർ മാത്രം, അവരൊറ്റയ്ക്ക് അവരുടെ അമലുകളും മാത്രം. ആ നിലയിൽ നാം അവിടെ കിടക്കുമ്പോൾ, അവിടെ കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഏതാണ് നമ്മളുടെ സീറ്റ്, എവിടെയാണ് നമ്മളുടെ സീറ്റ് പരലോകത്ത് എന്ന് കൃത്യമായി രാവിലെയും വൈകുന്നേരവും കാണിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു. സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗം കാണിക്കപ്പെടും, നരകാവകാശിയാണെങ്കിൽ നരകം കാണിക്കപ്പെടും. ഖിയാമത്ത് നാൾ വരെ എല്ലാ രാവിലെയും വൈകുന്നേരവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിലൊരു യുക്തി രാഹിത്യവും അതിലൊരു മറ്റൊരു രൂപത്തിലുള്ള ചിന്തയുടെയും ആവശ്യമില്ല. അനുഭവിക്കേണ്ടതാണ് ഓരോരുത്തരും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ആരാണ് അള്ളാഹു സ്വർഗം ഇങ്ങനെ, ആർക്കാണ് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്, എന്താണ് ആ സ്വർഗത്തിന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായി പറഞ്ഞു തരുന്നുണ്ട്, അഅദത്തുൽ ഇബാദിയസ് സാലിഹീൻ, ഞാൻ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് സജ്ജനങ്ങളായ സൽവൃത്തരായ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എന്റെ ദാസന്മാർക്കാണ്. എന്താണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്? മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, ഇതിന് തെളിവായി നിങ്ങൾ ഓതിക്കോളി. ഏതാ ഓതേണ്ടത്? ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന് സൂറത്തു സജദയിലെ വചനം. ഒരൊറ്റ നഫ്സിനും അറിയില്ല അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന കൺകുളിർമയുണ്ടാക്കുന്ന എന്തൊക്കെയാണ് അള്ളാഹു ഒരുക്കി രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല, അവർ ചെയ്തതിന്റെ പ്രതിഫലമായിട്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള
നമ്മളുടെ ഒരു വർണ്ണനയ്ക്കും ഒതുങ്ങാത്ത, ഒരു വാക്കിലും ഒതുക്കാൻ കഴിയാത്ത, ഒരു പേനയുടെ വാക്കുകളിലൂടെ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആ രൂപത്തിലുള്ള സ്വർഗീയ സൗഭാഗ്യം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാണ്? ഇബാദിയ സാലിഹീൻ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ അതുമായി ബന്ധപ്പെട്ട് കുറെ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ അടയാളങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ഞാനും നിങ്ങളും പെടുന്നുണ്ടോ, പെടാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന അല്പസമയം. ഒന്ന്, അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം ബേസ് അത് തന്നെയാണ്, ഒരു മാറ്റവുമില്ല. രണ്ട്, വാഖാമസ്സലാ, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവൻ തോന്നുമ്പോൾ നമസ്കരിക്കുന്നവനല്ല. വസാമ റമളാൻ, റമളാനിൽ വ്രതം അനുഷ്ഠിക്കുന്നവൻ. മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, ഇനിയും വരുന്നുണ്ട് പലതും. കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന, അവന് അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്നത്. റസൂല് സ്വന്തം ഇഷ്ടം അനുസരിച്ച് പറയുന്നതല്ലോ. അപ്പൊ അള്ളാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം, ഇഖാമത്തു സ്വലാത്ത്, സിയാമു റമളാൻ, ഇവർക്ക് സ്വർഗം നൽകേണ്ടത് അള്ളാഹുവിന്റെ ബാധ്യതയാണെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യട്ടെ, അതല്ല അവൻ ജനിച്ച നാട്ടിൽ തന്നെ ജീവിച്ചു മരിക്കട്ടെ. എങ്ങനെയായിരുന്നാലും ശരി, ഈ സ്വഭാവമുള്ളവരാരോ അവർക്ക് സ്വർഗം നൽകൽ അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗത്തിൽ 100 പദവികളുണ്ട്. ഓരോ പദവിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക്, ധർമ്മസമരം ചെയ്യുന്ന മുജാഹിദുകൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ആ ഓരോ പദവികളുടെയും ഇടയിലുള്ള അകലം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ള അകലമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. എന്താണ് പ്രിയമുള്ളവരെ, സങ്കല്പിക്കാൻ കഴിയുമോ? കഴിയില്ല. അത് തന്നെയാണ് മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വാക്കുകളായി നമുക്ക് പറഞ്ഞു തന്നത്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഫൈദാ സഅൽതുമുല്ലാഹ ഫസലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് തന്നെ ചോദിക്കണം. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നതന്നെ നിങ്ങൾ ചോദിക്കണം. കാരണം ഫഇന്നഹു ഔസത്തുൽ ജന്ന വഅലൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഏറ്റവും മധ്യഭാഗത്തും ഏറ്റവും ഉന്നതമായ മുകളിലുള്ളതുമാകുന്നു. വഫൗഖഹു അർശുർ റഹ്മാൻ, ജന്നാത്തുൽ ഫിർദൗസിന്റെ മുകളിലാണ് റഹ്മാനായ അല്ലാഹുവിന്റെ സിംഹാസനം. വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ ഒഴുകി വരുന്നത്. അതുകൊണ്ട് ചോദിക്കുമ്പോൾ ചോദിച്ചോളി, ജന്നാത്തുൽ ഫിർദൗസ് തന്നെ. റസൂല് നമ്മളോട് പറഞ്ഞ വാക്കാണ്. ചോദിക്കുകയും വേണം, ചോദിച്ചാൽ അത് കിട്ടാനുള്ള അർഹത ആർജിക്കുകയും വേണം എന്നിതോടൊപ്പം നാം മനസ്സിലാക്കുക. അപ്പൊ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ഇനി സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. നേരത്തെ ഞാൻ ഓതിവെച്ച വചനത്തിൽ മലക്കുകൾ യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ കവാടങ്ങളിലൂടെയും കടന്നു വരും എന്ന് പറഞ്ഞുവല്ലോ. 8 കവാടങ്ങളുണ്ട് എന്ന് ഹദീസുകളിൽ നിന്ന് സുവ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊരു കവാടത്തെ കുറിച്ച് സാധാരണ റമളാനാവുമ്പോൾ നമ്മൾ കേൾക്കും, അത് റയ്യാൻ എന്നുള്ള കവാടമാണ്. അതുപോലെ ഓരോ കവാടത്തിനും അതിൻ്റെതായ നാമങ്ങളുണ്ട്. അത് പറഞ്ഞത് വിശദീകരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇങ്ങനെ കവാടങ്ങൾ ഏറെയുണ്ട്. ആ 8 കവാടങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളി ഉണ്ടാകുന്ന ഒരു വിഭാഗമുണ്ട് പ്രിയമുള്ളവരെ. ആ സ്വഭാവം, 1-2 സ്വഭാവമുള്ളവർക്ക് ആ 8 കവാടങ്ങളിലൂടെയും വിളിയുണ്ടാകും, പ്രവേശനമുണ്ടാകും. അതിലേതിലെങ്കിലുമൊക്കെ പെടാൻ നമ്മളും ആഗ്രഹിക്കുക, നമ്മളും പരിശ്രമിക്കുക. ഒന്നുമില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് സാക്ഷ്യം വഹിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നിട്ട് വന്ന ഈസാ അബ്ദുല്ലാഹ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടിമയാണ്. വബ്നു അമത്തിഹി, അല്ലാഹുവിന്റെ ദാസിയുടെ മകനാണ്. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത അവന്റെ വചനമാണ്. വറൂഹും മിൻഹു, അല്ലാഹുവിങ്കിൽ നിന്നുള്ള റൂഹാണ് എന്ന് ഈസാ നബിയെ കുറിച്ച് വിശ്വസിക്കുക. വഅന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗ്ഗം യാഥാർത്ഥ്യമാണ്. വഅന്നൻ നാറ ഹഖ്ഖുൻ, നരകം യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിച്ചാൽ ഹത്താ അദ്ഖലഹുല്ലാഹ്, അല്ലാഹു അവനെ പ്രവേശിപ്പിക്കും. മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി 8 ശാഅ,
സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ പോകണമെന്ന് ഉദ്ദേശിക്കുന്നുവോ ആ കവാടത്തിലൂടെ അള്ളാഹു അകത്തേക്ക് കടക്കും. നാഥ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. അതിന് പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ, പ്രവർത്തിക്കുക അതിനു വേണ്ടി. അതുപോലെ തന്നെ പിന്നെ മറ്റൊന്ന്, നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ഞാനും നിങ്ങളും ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പുരുഷനായാലും സ്ത്രീ ആയാലും, അവരെല്ലാ ദിവസവും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു കർമ്മത്തിന്റെ ശേഷമുള്ള ഒരു ചെറിയ പ്രാർത്ഥന മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, വുളുവാണ്. വുളു ചെയ്തു കഴിഞ്ഞ് വുളുവിൽ നിന്ന് പൂർണ്ണമായി മാറിക്കഴിഞ്ഞതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പ്രാർത്ഥിച്ചാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അവന് വേണ്ടി തുറക്കും, ഇഷ്ടമുള്ളതിലൂടെ കടക്കാം. ഇത് മുസ്ലിമിന്റെ ഹദീസ്. ഇനി ഇമാം തുർമുദിയുടെ ഹദീസിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്നുകൂടി തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഏതായിരുന്നാലും ഇത് രണ്ടും ഒരു വിശ്വാസി ഒന്നുവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവധാനതയോടെ സാവധാനത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നിരന്തരമായി പ്രാർത്ഥിച്ചാൽ വിളിവരും. 8 കവാടങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് വേണോ വേണ്ടേ? വുളു തന്നെ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, ഒന്ന് തൊട്ടുമുത്തി, ഒന്ന് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കിയൊക്കെയാണ് നമ്മുടെ വുളു. ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വുളു ചെയ്യുകയും ഫയുഹ്സിനു വുളുഅഹ എന്നാ പറഞ്ഞത്. വുളു നന്നാക്കണമെന്നാ പറഞ്ഞത്, നല്ല നിലയിൽ ചെയ്യണമെന്നാ. എങ്ങനെങ്കിലും ചെയ്താൽ പോരാ. അതിനുശേഷം ഇത് ആവർത്തിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് അർഹതയുണ്ട് എന്നാണ്. 8 കവാടങ്ങൾ. അതുപോലെ തന്നെ സൽവൃത്തയായ ഒരു ഭാര്യ, ഒരു സ്ത്രീ, അവൾ നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നു, അങ്ങനെയുള്ള ഒരു സ്ത്രീയും സ്വർഗത്തിലെ 8 കവാടങ്ങളിൽ നിന്ന് ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാനുള്ള അവകാശം അവൾക്കും ഉണ്ടാകും. പുരുഷന് മാത്രമൊന്നുമല്ല, സ്ത്രീയെയും മതിക്കുന്ന, സ്ത്രീയെയും വിലമതിക്കുന്ന, അവളുടെ മൂല്യം അംഗീകരിക്കുന്ന, അവളുടെ പ്രവർത്തനങ്ങൾക്ക് പുരുഷനെ പോലെ തന്നെ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം. ഒരു വേർതിരിവും അക്കാര്യത്തിലില്ല. അപ്പൊ ആ നിലയിൽ അവൾക്കുമുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശ്വാസം എന്ന് പറയുന്ന അതിന്റെ ബേസാണ്. അത് കഴിഞ്ഞേ ബാക്കി എന്തുമുള്ളൂ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, യാ ഉമർ ബിൻ ഖത്താബ്, ജനങ്ങൾക്ക് വിളിച്ചറിയിക്കുക. എന്താണ് വിളിച്ചറിയിക്കേണ്ടത്? ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. അപ്പൊ മുഅ്മിനായിരിക്കുക എന്നുള്ളത് ഏതിലൊക്കെ ഏതൊക്കെ രൂപത്തിൽ വിശ്വസിക്കണമോ ആ വിശ്വാസം കുറ്റമറ്റതാവുക എന്നുള്ളത് ഇതിന്റെ ഒരു ബേസാണ്, ഒരു അടിസ്ഥാന ഘടകമാണ്. അവിടെ നിന്നാണ് ബാക്കിയെല്ലാം വരുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിശ്വാസിയാകണം. വിശ്വാസിയാകണമോ പരസ്പരം ഇഷ്ടപ്പെടണം. പരസ്പരമുള്ള സ്നേഹം നിലനിർത്താൻ എന്ത് വേണം? അഫ്ശുസ്സലാമ ബൈനക്കും, പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ബന്ധം പുതുക്കുക, ആ സ്നേഹം നിലനിർത്തുക. അല്ലാതെ സ്വർഗത്തിന് അർഹതയില്ല എന്ന്. അങ്ങനെയാണല്ലോ അത് കൂട്ടി മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം അസ്സലാമു അലൈക്കും പ്രചരിപ്പിക്കണം. പിന്നെയോ നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. വാതിഉമുത് തആം, വിശന്നു വലഞ്ഞവന് ആഹാരം നൽകണം. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസല്ലു വന്നാസു നിയാം, ജനങ്ങളൊക്കെ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിക്ക് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമോ? തദ്ഖുലുൽ ജന്നത ബിസലാം, സലാം കേട്ടുകൊണ്ട്, അഭിവാദ്യം കേട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാം. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസാ വാചാ കർമ്മണ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവൻ അതോടുകൂടി മരണപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ മറ്റൊന്ന്, പ്രവാചകനെ അനുസരിക്കുക സ്വർഗപ്രവേശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകനെ അനുസരിക്കുകയും പ്രവാചകനെ പിൻപറ്റുകയും ചെയ്യുക സ്വർഗപ്രവേശനത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ സമുദായം മുഴുവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. കുല്ലു ഉമ്മത്തി, പ്രയോഗം അതാണ്, എന്റെ സമുദായം മുഴുവൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. യദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. പക്ഷേ ഇല്ലാ മൻ അബാ, അവർക്ക് സ്വർഗം ഉണ്ടാവൂല, വിസമ്മതിച്ചവരൊഴികെ എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, ആരാണ് അല്ലാഹുവിന്റെ റസൂലെ വിസമ്മതിച്ചവന്നവർ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ. ഖുർആൻ എത്രയോ സ്ഥലങ്ങളിലാണ് അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ, അത്തിയുല്ലാഹ വർ റസൂൽ, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, റസൂലിനെ നിങ്ങൾ അനുസരിക്കുക. കാരണം അല്ലാഹു അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിപ്പിച്ചു തന്നത് പ്രവാചകനിലൂടെയാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ചതെന്തോ അതനുസരിച്ച് ചെയ്യുമ്പോഴേ അതായി മാറുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകനെ അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചാൽ സ്വർഗത്തിൽ പോകാം. അല്ലെങ്കിലോ വമൻ അസാനി, എന്നോട് എതിര് പ്രവർത്തിച്ചവരാരോ, എന്നോട് അനുസരണക്കേട് കാണിച്ചവരാരോ, ഫഖദ് അബാ, അവനാണ് വിസമ്മതിച്ചവൻ, അവന് സ്വർഗമില്ല, അല്ലാത്ത എല്ലാവർക്കും സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ 5 നേരത്തെ നമസ്കാരം സ്വർഗപ്രവേശനത്തിന്റെ താക്കോലാണ്. താക്കോലില്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് സ്വർഗം തുറക്കാൻ കഴിയില്ല. നമ്മൾ തന്നെയാണ് നമ്മളുടെ സ്വർഗം തുറക്കാനുള്ള താക്കോല് നമ്മുടെ കയ്യിലാണ്. അതെന്താണ്? അസ്സലാത്തു, നമസ്കാരം. ഇഫ്താഹുൽ ജന്നത്തി അസ്സലാ, നമസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തോന്നുമ്പോൾ നമസ്കരിച്ച് നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ പോകുന്നവർക്ക് എങ്ങനെയായി സ്വർഗം തുറക്കാൻ കഴിയുക? ആലോചിച്ച് നോക്കുക പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നമസ്കാരം ജമാഅത്തായി, പ്രത്യേകിച്ച് സുബഹി നമസ്കാരവും ഇശാ നമസ്കാരം പോലെയുള്ളത് നിർവഹിച്ചാൽ മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ സ്വർഗം നേടാനുള്ള വഴികളായി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരല്പം ഗൗരവവും ശ്രദ്ധയും നാം കാണിക്കുക. 2 ബർദാര് നമസ്കരിച്ചു, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. എന്താണ് ആ ബർദ്? ഒന്ന് സുബഹി നമസ്കാരവും ഒന്ന് ഇശാ നമസ്കാരമാണ്. രണ്ടും വലിയ അലസതയുടെയും മടിയുടെയും രംഗമാണല്ലോ. അത് ഉറക്കത്തിന്റെ മൂഡ്, അതുപോലെ തന്നെ ആലസ്യത്തിന്റെ മൂഡ്. ഈ 2 സന്ദർഭങ്ങളിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിന് വേണ്ട വിധത്തിലുള്ള പരിഗണന നൽകിയാൽ അവന് സ്വർഗത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പള്ളിയിലേക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ പോവുക എന്നുള്ളത്, ആ പോകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരുന്ന് ഒരുക്കിക്കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഞാനിപ്പോ പറഞ്ഞ കുറെ അധികം കാര്യങ്ങളുണ്ട്. ഉദു മുതൽ ഇങ്ങോട്ട്, ഉദുവിന് ശേഷം മുതൽ ഇങ്ങോട്ട്. ഇനി നാം നിർവഹിക്കുന്ന റവാത്തിബ് സുന്നത്തുകൾ, ആ റവാത്തിബ് സുന്നത്തുകളുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യുസല്ലില്ലാഹു തആല കുല്ല യൗമിൻ 12 റക്അ. ഫർദ് നമസ്കാരത്തിന് പുറമെ ഒരു മുസ്ലിമായ മനുഷ്യൻ 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ നിർവഹിച്ചാൽ, തതവ്വുഅൻ സുന്നത്തായിട്ട്, വൈറൽ ഫരീള നിർബന്ധമല്ലാത്ത നിലയിൽ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു ഭവനം എടുക്കാതിരിക്കില്ല. നമുക്കുണ്ടോ റവാത്തിബ് സുന്നത്തിന് വല്ല വിലയും? ഫർദ് തന്നെ വല്ല വിധേനയാണ്. ഈ 12 റക്അത്ത് സുബഹിക്ക് ളുഹറിന് മുമ്പ് 4, ബാക്കിയെല്ലാം ഈ 2 റക്അത്തുകൾ. അങ്ങനെയാണ് ഈ 12 വരുന്നത്. 10 ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ളുഹറിന് മുമ്പ് 2 ആക്കിക്കൊണ്ട്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതുപോലെ തന്നെ ഒരു സഹോദരനെ സന്ദർശിക്കുക, അവൻ രോഗിയായിരുന്നാലും സുഖമുള്ളവനായിരുന്നാലും ആരായിരുന്നാലും ശരി, രോഗിയെ സന്ദർശിക്കുക, പ്രത്യേകിച്ച് രോഗമില്ലാത്ത ഒരു സുഹൃത്തിനെ സന്ദർശിക്കുക. ആ സന്ദർശന വേളകളൊക്കെ സ്വർഗവുമായി ബന്ധിപ്പിച്ച് സംസാരിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഇടങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ. അതിന് തന്നെയാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് എന്ത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അതിനുള്ള വഴിയും അല്ലാഹു നിശ്ചയിച്ചു തന്നു. അതെന്താണെന്ന് അല്ലാഹു പഠിപ്പിച്ചു തന്നു. അത് ധിക്കരിച്ച് നാം പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ വിശ്വാസവും ആ ആദർശവും ആ സൽക്കർമ്മങ്ങളിലും തൻ്റെ കുടുംബവും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും ഒപ്പമുണ്ടെങ്കിൽ, തൻ്റെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരും
ഒപ്പം സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ച വചനങ്ങളാണ് പ്രിയമുള്ളവരെ സൂറത്തുർ റഅദിൽ നിന്ന് ഞാനും നിങ്ങളും അർത്ഥം ഗ്രഹിച്ചത്. അവിടെ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളും അതിനു പുറമെ സ്വർഗം നേടിയെടുക്കാവുന്ന ഈ വിശിഷ്ട സ്വഭാവങ്ങളും ഈ സൽക്കർമ്മങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവസാനം ഏറ്റവും സൗഭാഗ്യപൂർണമായി സ്വർഗം നേടിയെടുക്കുന്ന വിശ്വാസികളിലും വിശ്വാസിനികളിലും നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അള്ളാഹുവിൻ്റെ സ്വർഗവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ്, അതിലേക്ക് എത്തിപ്പെടാനുള്ള ചില മാർഗങ്ങളും വഴികളുമൊക്കെയാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നാം ഇപ്പോൾ ഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന രണ്ട് ചോദ്യമുണ്ട്, രണ്ട് ഇടങ്ങളിലായി. ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. വെറുതെ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നുവോ എന്നാണ് അതിൻ്റെ ആശയം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വെറുതെ സ്വർഗം കിട്ടൂല എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ ആശയം. എന്ത് ചെയ്യാതെ വലമ്മാ യഅ്തികും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ആൾക്കാർക്ക് അനുഭവിച്ചതിന് തത്തുല്യമായത് വിശ്വാസരംഗത്ത് അനുഭവിക്കാതെ വെറുതെ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? എന്താണ് പൂർവികന്മാർ അനുഭവിച്ചത്? മസ്സത്തുഹുമുൽ ബഅ്സാഉ വല്ലറാഉ, ബുദ്ധിമുട്ടും ദുരിതങ്ങളും പ്രയാസങ്ങളും അവരെ വേട്ടയാടി. വസുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹ്, വിശ്വാസരംഗത്ത് അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ, അത്രയേറെ അസഹനീയമായ രംഗം വന്നപ്പോൾ പ്രവാചകനും പ്രവാചകനോടൊപ്പമുള്ള ആളുകളും ചോദിച്ചുപോയി, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിക്കത്തക്ക നിലയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇത്രയേറെ ഒന്നും നമുക്കാർക്കും ഇന്ന് ആ രംഗത്ത് ഇല്ലല്ലോ പ്രിയമുള്ളവരെ. അവരങ്ങനെ അനുഭവിച്ചു പോയി. ഈ മാർഗത്തിൽ അനുഭവിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാകാതെ സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം വളരെ അടുത്ത് തന്നെയാണ്. ഒരിക്കലും അല്ലാഹു കൈയൊഴിയുകയില്ല ഒരു രംഗത്തും. പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറരുത്. പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ഒന്നുമല്ലാതായി മാറിപ്പോകരുത്. അത് അതിജയിക്കാൻ നമുക്ക് കഴിയണം, എങ്കിലേ സ്വർഗമുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പൂർവികന്മാർ സ്വർഗം നേടിയത് അങ്ങനെയാണ്. പ്രവാചകനും സഹാബത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇത് സൂറത്തുൽ ബഖറയിലെ 214 വചനത്തിലെ ചോദ്യമാണ്. ഇതേ ആശയം തന്നെ അല്ലാഹു ചോദിക്കുന്നുണ്ട് സൂറത്തു ആല ഇംറാനിലെ 142 വചനത്തിൽ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുവോ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ, നിങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ആ മാർഗത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെല്ലാം ക്ഷമിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചറിയാതെ, തിരിച്ചറിയാതെ, മനസ്സിലാക്കാതെ വെറുതെ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നുവോ? അപ്പൊ ജീവിതത്തിന്റെ സരണിയിൽ, ജീവിതത്തിന്റെ മാർഗത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും പരീക്ഷണങ്ങളും ഉണ്ടാകും. അതൊക്കെ ക്ഷമയോടെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അതിജയിച്ചുകൊണ്ട് ജീവിച്ച് പോരാടേണ്ട പോലെ പോരാടിക്കൊണ്ട്, അത് പ്രതിരോധിക്കേണ്ടതുപോലെ പ്രതിരോധിച്ചുകൊണ്ട് ആ രൂപത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഈ പറഞ്ഞതിനോടൊക്കെ ഒപ്പം തന്നെ സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ. ഇതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. റഹ്മാനും റഹീമുമായ അള്ളാഹു ഈ പറഞ്ഞ എല്ലാ ഗുണഗണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗം കരഗതമാക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് വിഘാതമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ സർവശക്തൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.
അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു അമ്ന്, നിർഭയത്വവും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في